This news is brought to you by സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ. ശ്രേയസ് കാസർഗോഡ് മേഖല ചെറുപുഴ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ രാജ്യത്തിന്റെ 80ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷവും ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു. യൂണിറ്റ് ഡയറക്ടർ റവറൻ ഫാദർ വർഗീസ് താന്നിക്കാക്കുഴി പതാക ഉയർത്തുകയും സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയും ചെയ്തു. തുടർന്ന് നടന്ന ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് കുര്യാക്കോസ് ആർപ്പിൽ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ഷാജി പാലയ്ക്കൽ സ്വാഗതം ആശംസിച്ചു. മേഖലാ പ്രോഗ്രാം ഓഫീസർ ഷാജി മാത്യു ക്വിസ് മത്സരത്തിന് നേതൃത്വം നൽകിയ ചടങ്ങിൽ യൂണിറ്റ് ഡയറക്ടർ വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. യൂണിറ്റ് CDO ഡോളി ജോജി നന്ദി രേഖപ്പെടുത്തി. തുടർന്ന് പായസ വിതരണവും നടന്നു. ദീർഘവർഷങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിനു വേണ്ടി, രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും ജനാധിപത്യത്തിനും വേണ്ടി, രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ സേവനം ചെയ്ത ഒരു റിട്ടയർഡ് രാജ്യസ്നേഹം എന്നത് യഥാർത്ഥത്തിൽ നമ്മോട് പറയുവാൻ സാധിക്കുന്നത് ഇവരെ പോലെയുള്ളവർക്കാണ്. നാം എല്ലാവരും സുരക്ഷിതരായി നമ്മുടെ ഭാരതത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ ജീവിക്കുന്നത് ഇതുപോലെയുള്ള പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഓഫീസർമാർ അവരുടെ ജീവനും ജീവിതവും ഇത്തരത്തിൽ പങ്കുവയ്ക്കുന്നത് കൊണ്ടാണ്. നമുക്കറിയാം, ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നാം ഏറ്റവും അധികം ഓർക്കേണ്ട ഒന്നാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡത, നമ്മുടെ രാജ്യത്തിൻ്റെ സാഹോദര്യം, നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങളിലൊന്നാണ് നമ്മുടെ ഭാരതം. ലോകത്തിൽ ഏറ്റവും വൈജാത്യമുള്ള ജനങ്ങൾ നിവസിക്കുന്ന ഒരു ഉപഭൂഖണ്ഡമാണ് നമ്മുടെ രാജ്യം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന ഒരു ഉപഭൂഖണ്ഡമാണ് നമ്മുടെ മഹത്തായ ഭാരത രാജ്യം. എന്നാൽ ഇത്രയും വൈജാത്യങ്ങളും വ്യത്യാസങ്ങളും വിവിധ തരത്തിലുള്ള ജനസമൂഹങ്ങളുമെല്ലാം ഒരൊറ്റ പതാകയ്ക്ക് കീഴിൽ അണിനിരക്കുന്ന മഹത്തായ ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. നമുക്ക് വ്യത്യസ്തതകളുണ്ട്, വിവിധ മതങ്ങളുണ്ട്, വിവിധ ഭാഷകളുണ്ട്, സംസ്കാരങ്ങളുണ്ട്, വിവിധ ജനങ്ങളുണ്ട്. എന്നാൽ ഇവരെല്ലാം ഒന്നിച്ചു നിൽക്കുന്ന ഒരു വലിയ സംസ്കാരം, ഭാരതം എന്ന ആ വലിയ സംസ്കാരം, അതാണ് നമ്മെല്ലാവരെയും ഈ ദിവസം ഒരുമിപ്പിച്ച് ഓർമ്മപ്പെടുത്തുന്നത്. നന്ദി അച്ഛനെ രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കാമെന്ന 18 സംഘടനകൾ പങ്കെടുത്തു. നല്ല ഒരുപാട് പത്താമത്തിൽ പറഞ്ഞ വാക്കുകൊണ്ടായിരുന്നു വാശിയേറിയ മത്സരം എന്ന് പറയുന്നത്. എഴുത്ത് പരീക്ഷയായിരുന്നെങ്കിലും ഒരു വാശിയേറിയ എഴുത്ത് പരീക്ഷ തന്നെയായിരുന്നു. കാരണം അവസാനം രണ്ട് സംഘത്തിന് 4 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ജയം കിട്ടിയിട്ടാണ് ഒരു സംഘത്തിന് മാറ്റാൻ സാധിച്ചത്. അത്ര വാശിയായിരുന്നു അവരുടെ പേരും. ഒന്ന് കാസർഗോഡ് മേഖലയും കണ്ണൂർ മേഖലയായിട്ടായിരുന്നു. കാസർഗോഡ് ജില്ല കണ്ണൂർ ജില്ലയായിട്ടായിരുന്നു. ഞാൻ 2 ജില്ലയ്ക്കും പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഏതായാലും വളരെ സന്തോഷമുണ്ട്. അതിന്റെ പേര് മഹാത്മാഗാന്ധിജിയുടെ പിതാവിന്റെ പേര് ആരും ഒച്ചത്തിൽ പറയരുത്. ആ പേര് പൂർണ്ണമായിട്ടും എഴുതണം. ഇന്ന് വേണമെങ്കിൽ പറയല്ലേ, നമ്മൾ സാധാരണ നിക്നെയിം വെക്കത്തില്ലേ, അങ്ങനെ ഓമന പേര്. ഓപ്ഷൻ തീർച്ചയായിട്ടും പറയും. ബാപ്പു, ബാപ്പുജി, മോനി, മോനിയ. ബാപ്പു എന്ന വാക്കിൻ്റെ അർത്ഥം, ബാപ്പു എന്ന വാക്കിൻ്റെ അർത്ഥം പിതാവ്, ഗുരു, മഹാൻ. സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ. NABH പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ISO സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ. മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി 140 ബെഡുകളോടെ 24 മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, CT സ്കാൻ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, ലാപ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ, ICU, ലേബർ റൂം, NICU, PICU, ലബോറട്ടറി, മൈക്രോബയോളജി, ഫിസിയോതെറാപ്പി, ഡയാലിസിസ്, ഡെന്റൽ കെയർ, ബ്ലഡ് സ്റ്റോറേജ്, ഡീലക്സ് റൂംസ്, ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ. ഫോൺ 9400 062 912.